Hi students, നമ്മളുടെ രണ്ടാം വർഷ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ ഒന്നാമത്തെ മൊഡ്യൂള് ഒന്നാമത്തെ ലെസൺ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ഫ്രിക്ഷൻ എന്നാണ്. ആ ഫ്രിക്ഷനിലെ ഒന്നാമത്തെ ലെസണാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഫ്രിക്ഷൻ. എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഒന്നാമത്തെ ലെസണിൽ ഇന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് ഡിഫൈൻ ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളതിൻ്റെ ബേസിക് കാര്യം, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ആണ് കോമൺ ആയിട്ടുള്ളത്, പിന്നെ ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷനിൽ വരുന്ന സാധാരണ ആയിട്ട് ഉപയോഗിക്കുന്ന പറയുന്ന ലോസ് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അത് നമുക്ക് ഫ്രിക്ഷൻ എന്താണ് എന്ന് നോക്കാം. എന്താണ് ഫ്രിക്ഷന്റെ ഡെഫിനിഷൻ എന്നുള്ളത്? When a solid surface another solid is rubbed, a force is created between the two solids. ആണ് ഒന്നാമത്തെ കാര്യം. When on a solid surface another solid is rubbed, a force is created between the two solids which acts in the opposite direction of motion or tries to obstruct the motion of the object. This force is called frictional force. അതായത് ഒരു പ്രതലത്തിന് മുകളിൽ, ഒരു സോളിഡ് വസ്തുവിൻ്റെ പ്രതലത്തിന് മുകളിൽ മറ്റൊരു സോളിഡ് വസ്തു അല്ലെങ്കിൽ ആ സോളിഡ് പ്രതലം ഉരസുകയാണെങ്കിൽ പരസ്പര ചലനത്തിനെ പ്രതിരോധിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട് ഒരു ബലം ഈ പ്രതലങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. ആ പ്രതലങ്ങളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ആ ബലത്തിനാണ് ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിനെയാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നത്. അപ്പം കോണ്ടാക്റ്റിലിരിക്കുന്ന രണ്ട് പ്രതലങ്ങളുടെ ഇടയിൽ അവയുടെ ചലനത്തിനെ എതിർക്കുന്ന ഒരു ബലമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് പരസ്പര ചലനത്തിനെ എതിർക്കും. അതായത് ഒരു ടേബിളിന് മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, ഒരു ടേബിളിന് മുകളിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്ക് നിശ്ചിത വെയിറ്റ് ഉണ്ടായിരിക്കും, അതിന് മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, W എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റ് കൊണ്ട് ഒബ്ജക്റ്റ് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ആ ടേബിൾ ആ വെയിറ്റിനെ പ്രതിരോധിച്ചുകൊണ്ട് മുകളിലേക്കൊരു ബലം കൊടുക്കുന്നുണ്ട്, താഴേക്കുള്ള വെയിറ്റിന് തുല്യമായിട്ടുള്ള ബലം. ആ ബലത്തിനെ നമുക്ക് നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. നോർമൽ റിയാക്ഷൻ ഓഫ് ദി സർഫസ്. സോളിഡ് ഏത് പ്രതലത്തിലാണ് വെച്ചിട്ടുള്ളത്, ആ പ്രതലം വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലം വസ്തുവിന്റെ ഭാരത്തിന് തുല്യവും എതിർദിശയിലുള്ളതും, അതിനെ നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. ഇനി ഈ ഒബ്ജക്റ്റിനെ ഈ ടേബിളിന് മുകളിൽ നിരക്കി നീക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബലം കൊടുക്കണം. ആ ബലത്തിന് നമ്മൾ ഫോഴ്സ് എന്ന് പറയും, F അല്ലെങ്കിൽ P എന്ന് മാർക്ക് ചെയ്യാം. ഒരു നിശ്ചിത ഡയറക്ഷനിൽ നമുക്ക് ബലം കൊടുക്കണം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമ പ്രകാരം നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ചലിക്കും. ബലത്തിന്റെ ദിശയിൽ, ഫോഴ്സിന്റെ ദിശയിൽ ഒബ്ജക്റ്റ് ചലിക്കുമെന്ന് നമുക്ക് അറിയാം. അങ്ങനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പം ഈ ബ്ലോക്കിന്റെയും ടേബിളിന്റെയും കോണ്ടാക്റ്റിലിരിക്കുന്ന പ്രതലങ്ങളുടെ ഇടയിൽ ഒരു ബലം, ആകർഷണ ബലം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് രൂപപ്പെടും, ഒരു എതിർബലം രൂപപ്പെടും. ആ എതിർബലത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് ദിശയിലാണോ ചലിപ്പിക്കുന്ന ബലം കൊടുക്കുന്നത് അതിന്റെ എതിർ ദിശയിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്ലൈഡ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സിന്റെ അതേ ദിശയിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സിനും ഡയറക്ഷൻ ഓഫ് മോഷനും ഒരേ ഡയറക്ഷനിലാണ്, അത് രണ്ടിന്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്.
ഇതാണ് ഫ്രിക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഏതൊക്കെ തരത്തിൽ നമുക്ക് ഫ്രിക്ഷനെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളത്. സാധാരണയായിട്ട് രണ്ട് ടൈപ്സ് ഫ്രിക്ഷൻ ആണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, രണ്ടാമത്തേത് ഡയനാമിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ആൻഡ് ഡയനാമിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നോക്കാം. ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു സോളിഡ് ഒബ്ജക്ട്സ് വെൻ അറ്റ് റെസ്റ്റ് ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ട് വസ്തുക്കളുടെ പ്രതലങ്ങളുടെ ഇടയിലാണ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് വസ്തുക്കളും നിശ്ചലാവസ്ഥയിലാണെങ്കിൽ, ഇപ്പോൾ ഒരു ടേബിളിന് മുകളിൽ ഒരു ബ്ലോക്ക് ഇരിക്കുന്നു, ടേബിള് നിശ്ചലാവസ്ഥയിലാണ്, ബ്ലോക്കും നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ഈ രണ്ട് പ്രതലങ്ങളുടെയും ഇടയിൽ അനുഭവപ്പെടുന്ന ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. Static friction can prevent an object from sliding down on a sloped surface. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിരിക്കുന്ന വസ്തു ഈ രണ്ട് പ്രതലത്തിൻ്റെയും വസ്തുവിൻ്റെ പ്രതലത്തിൻ്റെയും ഇടയിലുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൊണ്ട് ആ ഒബ്ജക്റ്റ് ചരിഞ്ഞിരിക്കുന്ന പ്രതലത്തിൽ വീഴാതെ ഇരിക്കുകയും ചെയ്യും. അതിന് കാരണം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ വരുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, വെൻ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് പുള്ളിംഗ് ഫോഴ്സ്, then the friction between two surfaces is known as limiting friction. അതായത് ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, ആ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ബലവും പ്രതലങ്ങളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ബലവും തുല്യമാണെങ്കിൽ അതിനെ നമുക്ക് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. എങ്ങനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് നോക്കാം. ഇപ്പോൾ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് വെർട്ടിക്കൽ ഡൗൺവേർഡ് ഡയറക്ഷനിലുണ്ട്, നോർമൽ റിയാക്ഷൻ വെർട്ടിക്കലി അപ്വാർഡ് ഡയറക്ഷനിലുണ്ട്. രണ്ടും മാഗ്നിറ്റ്യൂഡിൽ തുല്യമാണ്, ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആണ്. ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. രണ്ടും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആണ്, ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആണ്. എപ്പോഴാണ് ഈ ഒബ്ജക്റ്റ് ചലിക്കുക? നമ്മളൊരു ബലം കൊടുത്തു, ഒരു ചെറിയ ബലം കൊടുത്തു, ഒബ്ജക്റ്റ് ചലിച്ചില്ല. ആ ബലം ഒബ്ജക്റ്റിന്റെ വെയിറ്റിനേക്കാൾ കുറവാണെങ്കിൽ ഒബ്ജക്റ്റ് തീർച്ചയായിട്ടും ചലിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര ചെറിയ ബലം കൊടുത്തു കഴിഞ്ഞാലും ഈ ഒബ്ജക്റ്റിന്റെയും സർഫസിന്റെയും, അതായത് ടേബിളിന്റെയും ഒബ്ജക്റ്റിന്റെയും പ്രതലങ്ങളുടെ ഇടയിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് രൂപപ്പെടും. ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുത്തത് അത്രയും. 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചാണ് പുള്ള് ചെയ്തതെങ്കിൽ 10 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. അടുത്തത് 20 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ 20 ന്യൂട്ടൺ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഈ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബലം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇരുന്ന് ഒരു പരിധി കഴിയുമ്പോൾ, ആ പരിധി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആണ്, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് കടന്നു കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ചലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതായത് ഒബ്ജക്റ്റ് ചലിക്കാൻ തുടങ്ങുന്നതിന് തൊട്ടു മുന്നേ വരെയാണ് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. ഒബ്ജക്റ്റ് ചലിക്കാൻ തൊട്ടു മുന്നേ ആണ് മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. ആ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പം പുള്ളിംഗ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും സെയിം ആയിരിക്കും. അപ്പോൾ ദി മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദി objects before the object is just start to slide ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. അടുത്ത് വരുന്നതാണ് ഡയനാമിക് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ദി ഫ്രിക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് വെൻ ആർ ഇൻ മോഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വസ്തുക്കളുടെ പ്രതലങ്ങളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആണ് ഡയനാമിക് ഫ്രിക്ഷൻ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് നമുക്ക്
പറയാം. ഒന്നുകിൽ രണ്ട് പ്രതലങ്ങളും രണ്ട് വസ്തുക്കളും പരസ്പര ചലനത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു വസ്തുവിന് മുകളിൽ മറ്റൊരു വസ്തു ചലിച്ചുകൊണ്ട് ഇരിക്കുന്ന കണ്ടീഷൻ. അവിടെ ഒരു ചലനമുണ്ട്, റിലേറ്റീവ് മോഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയാം. ഈ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കുറവായിരിക്കും എല്ലായ്പ്പോഴും. ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രതലങ്ങളുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന പ്രതലങ്ങളുടെ ഇടയിലുള്ള ഫ്രിക്ഷനേക്കാളും കുറവ് ആയിരിക്കും. സ്റ്റാറ്റിക് ഫ്രിക്ഷനിലുള്ള ഡൈനാമിക് ഫ്രിക്ഷനിലുള്ള രണ്ട് ടൈപ്പാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻസ്. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. It is the friction experienced by an object when it slides over another object. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിൽ തെന്നി നീങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രതലങ്ങളുടെ ഇടയിൽ അനുഭവപ്പെടുന്ന മോഷനെ നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രതലത്തിന് മുകളിലൂടെ ഒരു ഡെസ്ക് വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ, ഒരു പ്രതലത്തിന് മുകളിലൂടെ ഒരു ടേബിൾ നമ്മൾ വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ടേബിളിൻ്റെയും പ്രതലത്തിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷൻ നമുക്ക് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ടേബിൾ നമ്മൾ സ്ലൈഡ് ചെയ്തുകൊണ്ട് നിരക്കി നീക്കിയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ മെക്കാനിക്കൽ പാർട്ടുകളാണെങ്കിൽ ബിയറിംഗ്, ബുഷ്ഡ് ബെയറിംഗ് ഉണ്ട്. ആ ബുഷ്ഡ് ബെയറിംഗിൽ ബുഷിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ഇടയിൽ വരുന്ന ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ്. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിന് മുകളിൽ സ്ലൈഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അടുത്ത് വരുന്നതാണ് റോളിംഗ് ഫ്രിക്ഷൻ. ഉരുണ്ടുപോകുമ്പോഴുണ്ടാകുന്ന friction. It is the friction that occurs when a circular object such as a ball or a roller rolls on a flat surface. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ ഉരുണ്ടുപോകുന്നു. അപ്പോൾ ഫുട്ബോളിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും ഇടയിലുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും വളരെ കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് മുകളിൽ ഉരുണ്ടുപോവുക, റോള് ചെയ്ത് പോവുക, അങ്ങനെയാണെങ്കിൽ ആ ഫ്രിക്ഷൻ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. നമ്മൾ ബാൾ ബിയറിംഗ്, മെക്കാനിക്കൽ പാർട്ടായിട്ടുള്ള ബാൾ ബിയറിങ്ങുകളുടെ കാര്യമാണെങ്കിൽ ഇന്നർ റേസ്, ഔട്ടർ റേസ് എന്ന് പറയുന്ന രണ്ട് റിങ്ങുകളുടെ ഇടയിൽ ബാളുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ബാളുകൾ റോള് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, ഉരുണ്ടുകൊണ്ടാണ് പോകുന്നത്. ഫ്രിക്ഷൻ വളരെയധികം കുറവ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി നോർമൽ റിയാക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്ടിങ് സർഫസസ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും നേർ അനുപാതത്തിൽ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു അപ്വേർഡ് ഫോഴ്സ് ആണ് വെയിറ്റിന് തുല്യം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിന് തുല്യം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇത് രണ്ടും നേർ അനുപാതത്തിൽ, ആറും ഫ്രിക്ഷണൽ ഫോഴ്സും നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. F ഈസ് പ്രൊപ്പോർഷണൽ ടു R. അതാണ് ഒന്നാമത്തെ ലോയിൽ പറയുന്നത്. രണ്ടാമത്തത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട്സ് ഓപ്പോസിറ്റ് ടു ദി ഡിറക്ഷൻ ഓഫ് മോഷൻ. അത് നേരത്തെ പറഞ്ഞു. ഫ്രിക്ഷണൽ ഫോഴ്സ് ചലനത്തിന്റെ ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. ഫോഴ്സ് കൊടുത്ത് ഒബ്ജക്റ്റിനെ ചലിപ്പിച്ചു, ഫോഴ്സിന്റെ അതേ ദിശയിൽ ഒബ്ജക്റ്റ് ചലിക്കും. എന്നാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സിന്റെ എതിർ ദിശയിൽ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് കോണ്ടാക്ടിങ് സർഫസസ്. കോണ്ടാക്റ്റിലിരിക്കുന്ന പ്രതലങ്ങളുടെ ഇടയിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ പ്രതലങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച്, സ്വഭാവം എന്ന് പറയുന്നത് പ്രതലങ്ങളുടെ റഫ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതലം പരുക്കനാണോ അല്ലയോ എന്നുള്ളതനുസരിച്ചാണ്. മിനുസമുള്ള പ്രതലമാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും. മിനുസം കുറഞ്ഞ പരുക്കൻ പ്രതലമാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലായിരിക്കുകയും ചെയ്യും. നാലാമത്തത്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡന്റ്
over the area and shape of conducting surfaces. കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന പ്രതലങ്ങളുടെ വിസ്തീർണത്തിനനുസരിച്ചോ അല്ലെങ്കിൽ അവയുടെ ആകൃതിക്കനുസരിച്ചോ അല്ല ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ഇൻഡിപെൻഡന്റ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് കോണ്ടാക്റ്റിംഗ് സർഫസസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ ആൻഡ് ഷേപ്പ് ഓഫ് ദി കോണ്ടാക്റ്റിംഗ് സർഫസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഫ്രിക്ഷൻ, എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളത്. രണ്ടാമത്തത് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ, അവയുടെ ടൈപ്സ് വ്യത്യാസം. മൂന്നാമത്തത് ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പം അതിൽ നമ്മൾ പരിഗണിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറഞ്ഞത്. ഇതിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്: ഡിഫൈൻ ഫ്രിക്ഷൻ, എന്താണ് ഫ്രിക്ഷൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ദി ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ ലോസ് 4 അവസാനം പറഞ്ഞു, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മളത് എടുത്തിട്ടുള്ളത് വർഷോവ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ബൈ നിമി പാറ്റേണിലുള്ള വർഷോവ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് റെഫർ ചെയ്യാം.